Hi, welcome. Brunch is Englu's today's topic. ബ്രഞ്ചോ? ബ്രഞ്ച് കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇതെന്ത്? ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കേട്ടിട്ടുണ്ട്. ബ്രഞ്ചോ? ചിലർക്കെങ്കിലും അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ? പക്ഷേ നമ്മിൽ പലരും ബ്രഞ്ച് കഴിക്കുന്നവരാണ്. അതത്ര നല്ലൊരു ശീലമൊന്നുമല്ല. എന്നാൽ പോലും ചിലപ്പോൾ നമ്മൾ അങ്ങനെ സമ്മർദ്ദത്തിലാവാറുണ്ട്. വാട്ട് ഈസ് ബ്രഞ്ച്? ഇംഗ്ലീഷിൽ ചില പുതിയ വാക്കുകൾ, രണ്ട് വാക്കുകൾ കൂടിച്ചേർന്ന് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ദ കോമ്പിനേഷൻ ഓഫ് ടു വേർഡ്സ് മേക്സ് അനദർ വേർഡ്. ദറ്റ് ഈസ് ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ലഞ്ച് ഈസ് ബ്രഞ്ച്. അപ്പോൾ എന്തായിരിക്കും അത്? ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് ലഞ്ചിൻ്റെ സമയത്തിൻ്റെ തൊട്ട് മുൻപ്, അതല്ലെങ്കിൽ ലേറ്റ് മോർണിംഗ് എന്ന് നമുക്ക് പറയാം. ആ സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെയാണ് ബ്രഞ്ച് എന്ന് പറയുന്നത്. ബ്രഞ്ച്. ഓക്കെ, സോ ബ്രേക്ക്ഫാസ്റ്റ് പ്ലസ് ലഞ്ച് ഈസ് നോൺ ആസ് ബ്രഞ്ച്. അതാണ് ഞാൻ ചോദിച്ചത്. നമ്മിൽ പലരും ബ്രഞ്ച് കഴിക്കുന്നവരാവും, അതല്ലെങ്കിൽ കഴിച്ചിട്ടുണ്ടാവും. നമ്മൾ ചില സമയത്തെങ്കിലും ജോലി തിരക്കുകൾക്കിടയിൽ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സമ്മർദ്ദങ്ങളിൽ കുടുങ്ങി രാവിലെ സമയത്തിന് ഭക്ഷണം കഴിക്കാതെ വരും. അപ്പോഴാണ് നമ്മൾ ബ്രഞ്ച് കഴിക്കാറുള്ളത്. ശരിക്കും രണ്ട് നഷ്ടമാണത്. ഒന്ന്, പ്രഭാത ഭക്ഷണം, അതല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വളരെ അനിവാര്യമായ ഒരു ഭക്ഷണമാണ്. നമ്മുടെ തലച്ചോറിൻ്റെ വളർച്ച അടക്കം സാധ്യമാക്കുന്ന, നമ്മുടെ ബ്രെയിനിൻ്റെ വളർച്ച സാധ്യമാക്കുന്ന ഏറ്റവും നല്ല ഭക്ഷണമാണ് രാവിലെ നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്. അത് നഷ്ടപ്പെടുകയും ചെയ്യും. പിന്നീട് നമ്മൾ ലഞ്ച് കഴിക്കാൻ സാധിക്കുകയുമില്ല. കാരണം ഇത് രണ്ടിൻ്റെയും ഇടയ്ക്കായിരിക്കും നമ്മൾ ബ്രഞ്ച് കഴിക്കുന്നത്. സോ അതൊരു ശീലമാക്കാതിരിക്കുക. എന്നാലും അതിൻ്റെ വാക്ക് ബ്രഞ്ച്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി വേണമെങ്കിൽ നമുക്ക് പറയാം. ചിൽ, അല്ലേ? ചിൽ പുതിയ കാലത്ത് എല്ലാവർക്കും അറിയുന്നൊരു വാക്കാണ്. ചിൽ. ചിൽ പ്ലസ് റിലാക്സ്. ചില്ലാക്സ്. ചില്ലാക്സ്. ബീച്ചിൽ പോയി ഐ ഹാവ് ചില്ലാക്സ് or had chillax. ഓക്കെ, ദെൻ ഒരുപാട് വാക്കുകൾ അങ്ങനെയുണ്ട്. ഫാബുലസ്, ഫാൻറ്റാസ്റ്റിക്, രണ്ട് വാക്കുകളാണ്. ഫാൻറ്റാസ്റ്റിക് പ്ലസ് ഫാബുലസ്, രണ്ടും കൂടെ ചേർന്ന് ഫൻറ്റാബുലസ്. ഫൻറ്റാബുലസ്. വളരെ അവിശ്വസനീയമായ സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ. ഫാൻറ്റാസ്റ്റിക് എന്നൊക്കെ പറയുന്നു. ഫാബുലസ്. സോ ഫാബുലസ് ഓർ ഫാൻറ്റാസ്റ്റിക് പ്ലസ് ഫാബുലസ്, ഫൻറ്റാബുലസ്. ഓക്കെ, ചിൽ പ്ലസ് റിലാക്സ്, ചില്ലാക്സ്. ടെക്നോളജി വഴി നമ്മെ ഇൻസ്പയർ ചെയ്യുന്നത്, അതല്ലെങ്കിൽ ടെക്നോളജിയിലേക്കുള്ള ഇൻസ്പിരേഷൻ. ടെക്നോളജി പ്ലസ് ഇൻസ്പിരേഷൻ, ടെക്സ്പിറേഷൻ. ടെക്സ്പിറേഷൻ. അങ്ങനെ അങ്ങനെ പുതിയ കാലത്ത് ഒരുപാട് വാക്കുകളുണ്ട്. സോ ബ്രഞ്ച്. ഓക്കെ, താങ്ക് യു. ബൈ ബൈ. ടേക്ക് കെയർ.